സംവദിക്കാം ലഹരിക്കെതിരെ എന്ന പേരിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സംവാദം നടത്തി. ശ്രദ്ധ നേർക്കൂട്ടം കമ്മിറ്റികളുടെ സഹകരണത്തോടെ ആലത്തൂർ ലൈബ്രറി ഹാളിൽ നടന്ന യോഗം MLA KD പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള പരിമിതികളെയും പ്രശ്നങ്ങളെയും മറികടക്കാൻ സമൂഹത്തെ നയിക്കാൻ പുതുതലമുറ രംഗത്തിറങ്ങിയെങ്കിൽ മാത്രമാണ് സാധ്യമാണ്. അത് പക്ഷെ അങ്ങനെയല്ല പൊതുവായി നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടു. നാട്ടിലെ പ്രചരണത്തിൽ കുറ്റവാളികളായി മുദ്രകുത്തപ്പെടുന്നത് പുതിയ തലമുറയിൽപ്പെട്ടവർ തന്നെയാണ്. അതിൽ വിദ്യാർത്ഥികളും യുവസമൂഹവും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യൗവനത്തെ നോക്കിയാണ് അവരെല്ലാം കുറ്റവാളികളാണ് എന്ന രൂപത്തിൽ ചിത്രീകരിച്ചു. അതിൽ പാതി സത്യമുണ്ട്, പക്ഷേ പാതി കളവാണ്. എങ്ങനെയാണ് പുതിയ തലമുറ ഇത്തരം ലഹരിക്ക് അടിമകളായി മാറുന്നത്? ആരാണ് അവരെ അടിമകളാക്കാൻ നേതൃത്വം നൽകുന്നത്? ആരാണ് ഇത്തരം ലഹരി പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നത്? ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലുള്ള തലമുറ തന്നെ, അഥവാ ഈ നാടിനെ രക്ഷിക്കേണ്ട, ഈ സമൂഹത്തെ നയിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആ തലമുറയിൽപ്പെട്ടവരാണ് ഈ ലഹരിയുടെ ഉൽപ്പാദനം. അവരാണ് ഇതിന്റെ മൊത്ത വ്യാപാരികൾ. സർക്കിൾ ഇൻസ്പെക്ടർ A. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു വിശിഷ്ടാതിഥിയായി. വനിതാ സിവിൽ ഓഫീസർ TB ഉഷ, ജില്ലാ വിമുക്തി മാനേജർ S. സജീവ് എന്നിവർ പങ്കെടുത്തു. ആലത്തൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ G. ഗോകുൽദാസ് മോഡറേറ്ററായി. UTV ന്യൂസ്, പാലക്കാട്.